ഉമാ തോമസ് എം.എൽ.എയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് മെഡിക്കൽ സംഘം. വെന്റിലേറ്റർ സഹായം തുടരേണ്ടി വരും. കോട്ടയത്ത് നിന്നുള്ള വിദഗ്ധ സംഘം ചികിത്സാ പുരോഗതി വിലയിരുത്തിയെന്നും ഡോക്ടർമാർ അറിയിച്ചു. കൊച്ചി റിനൈ മെഡിസിറ്റിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിൽ തുടരുന്ന ഉമാ തോമസ് എം.എൽ.എയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷം ഡോക്ടർമാർ അറിയിച്ചു. ആളുകളെ തിരിച്ചറിയുകയും നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നതിനാൽ തലച്ചോറിനേറ്റ പരിക്കിനെക്കുറിച്ച് തൽക്കാലം കൂടുതൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഡോക്ടർമാർ അറിയിച്ചു. ശ്വാസകോശത്തിന്റെ ആരോഗ്യസ്ഥിതിയിലും നേരിയ പുരോഗതിയുണ്ട്. 70% സ്വയം ശ്വാസമെടുക്കാൻ സാധിക്കുന്നുണ്ട്. വെന്റിലേറ്റർ സഹായം കുറച്ചുനാൾ കൂടി തുടരേണ്ടി വരുമെന്നും നിലവിൽ അത് കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും മെഡിക്കൽ സംഘം അറിയിച്ചു. ഡെവലപ്മെന്റ് എന്താന്ന് വെച്ചാൽ ഇന്ന് എക്സ്റേ എടുത്തപ്പോൾ ചെറിയൊരു നീർക്കെട്ട്, ഇത്തിരി ഒരു വെള്ളക്കെട്ട് റൈറ്റ് സൈഡിൽ ഒരു 160 ml ഉണ്ടായിരുന്നത് ഇന്നൊരു 200+ വന്നിട്ടുണ്ട്. അതിന്റെ കാരണം ഒരു റിയാക്ഷണറി എഫ്യൂഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇത്രയും ട്രോമയൊക്കെ കടന്നുപോയ ഒരാൾക്ക് ഉണ്ടാവുന്ന ഒരു എഫ്യൂഷൻ ആയിരിക്കാം. അതാണ് നമ്മൾ കണ്ടത്. അപ്പൊ അതുകൊണ്ട് ഒരു അലാമിംഗ് ആയിട്ടൊരു സിറ്റുവേഷൻ അല്ല, പക്ഷെ വി ആർ വാച്ച്ഫുൾ, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും ആളുടെ റെസ്പിറേഷൻ, പുള്ളി തന്നെത്താനെ എടുക്കുന്ന റെസ്പിറേഷനിൽ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലാണ് എടുക്കുന്നത്. ഇന്നും ഒരു 60 to 70% മാഡം തന്നെത്താനെയാണ് റെസ്പിറേഷൻ എടുക്കുന്നത്. നമ്മളൊരു പ്രഷർ സപ്പോർട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തിന് നേതൃത്വം വഹിക്കുന്ന ഡോക്ടർ ജയകുമാർ ആശുപത്രിയിലെത്തി ഉമാ തോമസിനെ സന്ദർശിച്ച് ചികിത്സാ പുരോഗതി വിലയിരുത്തി. കഴിഞ്ഞ മാസം 29-നാണ് കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടിക്കിടെ ഗ്യാലറിയിൽ നിന്ന് വീണ ഉമാ തോമസിന് പരിക്കേൽക്കുന്നത്. ജനം, കൊച്ചി.